ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, നമ്മളുടെ ബാക്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മളുടെ വീടിനോട് ചേർന്നിട്ട് അപ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നമ്മളതൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ട് നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് മഴയ്ക്ക് ഒത്തിരി ഒന്ന് ശമനം കിട്ടി, ഒത്തിരി വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴാണ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണത് തന്നെ. കാരണം രാവിലെ നമ്മൾ ഓഫീസിൽ പോകണമെങ്കിൽ രാവിലെ നല്ല മഴയായിരിക്കും, വൈകിട്ട് വരുമ്പോഴും നല്ല മഴ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരയ്ക്ക എന്ന് പറയണത് ഒരുപാട് പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പേരമ ഇത് വെരിഗേറ്റഡ് പേരയാണ്. അപ്പോൾ ഒരുപാട് പേരയ്ക്കുണ്ട്, മറ്റേ കിലോ പേരമേലുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് എന്താ പറയുക, പുഴുവില്ലാതെ ഒരൊറ്റ എണ്ണം പോലും കിട്ടിയിട്ടില്ല. അതായത് നിറയെ ഉണ്ട്, പക്ഷെ നിറയെ പുഴുവാണ്. അപ്പോൾ അതുകൂടാതെ പിന്നെ വാവലോ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്, കൊത്തുന്നുണ്ട്, അങ്ങനെ കുറേ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് 1-2 ഒക്കെ ഒരു കൊത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാത്തിലും വന്നിങ്ങനെ കൊത്തി വെക്കുകയാണ്. പിന്നെ ഇഷ്ടം പോലെ കൊതുണിയാണ് ഇപ്പോൾ അടിക്കുന്നത്. അതായത് ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 കൊതുകുകളും നമ്മളെ കുത്തും. അത്രയും കൊതുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കവറൊക്കെ ഇട്ട് കെട്ടിയൊക്കെയാന്ന് വെച്ചാൽ എന്തായാലും പുഴു ഓൾറെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, മഴ പെയ്യുമ്പോൾ പുഴു വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പേരയ്ക്കകൾ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നുള്ളൂ. അവരെയൊക്കെ നമ്മൾ കവറിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയെങ്കിലും കിട്ടിയാലായി എന്ന് വെച്ചിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ, വെരിഗേറ്റഡിൽ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു പണി കഴിയാണ്. പിന്നെ അടുത്തത് നമ്മളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ട്. അതായത് നമ്മളുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചാൽ ഒരു 80% ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വലുതായതും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫ്രൂട്ട് ഉണ്ടായതും നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇതിൽ ചിലവർക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ എന്താ പറയുക പറ്റിയ ഒരു ഫ്രൂട്ടാണ്. വൈറ്റമിൻ സി ഒക്കെ ഉണ്ടെന്ന് പറയണു. പക്ഷെ ഓവറായിട്ട് കഴിക്കണത് മാത്രം നല്ലതല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ നമ്മളുടെ ഇത് എന്ന് പറയുന്നത് നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ അന്ന് വെച്ചപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ആ സ്ഥലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് മാറ്റി വെച്ചു. ഇപ്പോൾ നല്ല മഴയായിട്ട് 1-2 ചട്ടിയിലുള്ളതൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ വെച്ചതാണ്. അതാണ് ആ കുഞ്ഞായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എന്തായിരുന്നു വെണ്ടയൊക്കെ നന്നായി വലുതായി വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ചിരി വരാം. ഞാൻ മൂക്കൊണ്ടാണ് സംസാരിക്കുന്നത് മൊത്തം. കാരണം എനിക്ക് നല്ല കോൾഡാണ്. അപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൗണ്ടൊന്നും മൂക്കൊണ്ടാണ് സത്യത്തിൽ വർത്താനം പറഞ്ഞത്. കാരണം സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മളുടെ കോഴിയുടെ താറാവിൻ്റെയും ഷെഡിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. നമ്മുടെ ലുലുകൾ കിടന്ന് എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ട് ഫോണും പിടിച്ച് വന്ന് അപ്പോൾ അവർ തുടങ്ങും ബഹളം വയ്ക്കൽ. പിന്നെ നമ്മളുടെ കോഴികൾ 4 പേരേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ നമ്മളുടെ കോഴി വിശേഷം. പിന്നെ ഉള്ളത് നമ്മളുടെ സപ്പോട്ടയാണ്. സപ്പോട്ട എന്ന് പറയുമ്പോൾ അത് കുറച്ച് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ വല്ലാണ്ട് വലിയ എന്താ പറയുക പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പം അതിനൊന്ന് കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. അത് സപ്പോട്ട ആദ്യമായിട്ട് ഉണ്ടായതാണ്. നമുക്കപ്പോൾ അത് ഉണ്ടായിട്ട് അതിന് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. പിന്നെ ഞാൻ പറയണം ആ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പിന്നെ എനിക്ക് ഈ പറമ്പിൽ സത്യത്തിൽ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. വല്ലപ്പോഴും 1-2 പൊട്ടിക്കും. അമ്മച്ചിയൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോന്നൊക്കെ പൊട്ടിച്ച് കഴിക്കണ്ട, എങ്ങനെയായാലും ഫ്രൂട്ടാണല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഞാൻ ഈ നട്ട് വളർത്തിയ ഫ്രൂട്ട്സിൽ ഏറ്റവും എനിക്ക് സക്സസ്ഫുള്ളായി എന്ന് നമുക്കൊരു മനസ്സിൽ തോന്നില്ലേ, അത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ആദ്യത്തെ വർഷം തന്നെ ഒരു 5-6 എണ്ണം ഉണ്ടായി. പിന്നത്തെ വർഷം അതൊരു 18 എണ്ണമൊക്കെ ഉണ്ടായി. ഇപ്രാവശ്യം അത് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇത് രാത്രിയാണ് ഇതിൻ്റെ പൂവുണ്ടാവുക. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല വലിപ്പമാണ് അതിൻ്റെ പൂവിന്. ഇപ്രാവശ്യം ഈ സീസൺ അങ്ങോട്ട് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 12 എണ്ണമെങ്കിലും ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇനി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക്
എന്താ പറയുക, ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചതിൽ ഏറ്റവും സക്സസ് ആയി എന്ന് നമുക്ക് തോന്നണ ഒരു ഫ്രൂട്ടാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളുടെ പറമ്പിൽ. അപ്പോൾ പിന്നെയുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നമുക്കത് പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.